ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫേസ് പാക്ക് ഒന്നുമില്ല കേട്ടോ. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഹെയറിൻ്റെ ഒരു ടിപ്പ് ചെയ്യാന്നുള്ളത്. നമ്മുടെ വീഡിയോയിൽ പലരും ചോദിക്കണമുണ്ട്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം എൻ്റെ തല എങ്ങനെയായിരുന്നു എന്നുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു പിക്ചർ വേണമെങ്കിൽ നമ്മുടെ പുതിയ വന്ന ഫ്രണ്ട്സിന് ഞാനൊന്ന് ഇട്ട് തരാം. അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് ജാട പറയാണെന്നൊന്നും തോന്നണ്ട. അങ്ങനെയായിരുന്നു എൻ്റെ മുടി. അപ്പോൾ നമ്മളിവിടെ അത് പോയി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കാണ്ട് നമ്മളിപ്പോൾ കുറേശ്ശെ ഇങ്ങനെ വളർത്തി കൊണ്ടുവന്ന് പിന്നെ എല്ലാ മാസവും ഞാൻ അതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്യും കേട്ടോ. അത് തന്നെയല്ല, ഇവിടെ കുറച്ച് മോഡൽ പോലെ മുടി വലുതായി എന്ന് കണ്ടപ്പോൾ കുറച്ച് മോഡൽ പോലെയൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടു കേട്ടോ. അത് നമ്മുടെ മറ്റേ എൻ്റെ മുടിയിൽ അത്രയ്ക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ല, എനിക്ക് പണ്ട് ഒരുപാട് മുടി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ പോയി പിന്നെ നമ്മുടെ പ്രസവം കാര്യങ്ങൾ ടെൻഷൻ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്ക്. അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ മുടീനെ ശ്രദ്ധിക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ പോയിന്ന് വെച്ചിട്ട് ഇനി വളരില്ല എന്ന് വിചാരിച്ചിട്ടും ആരും ഇരിക്കൊന്നും വേണ്ട. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അത് നേരായ വഴിക്കാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആദ്യമൊക്കെ എനിക്ക് അമ്മ മറ്റേ കഞ്ഞുണ്ണൊക്കെ ഇട്ടിട്ടുള്ള എണ്ണയാണ് കാച്ചി തന്നിരുന്നത് കേട്ടോ. അത് ഞാൻ ഈ അടുത്ത കാലത്ത് വരെ എനിക്ക് അമ്മ അത് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് എനിക്ക് തീരെ പറ്റാതെ ആയി തുടങ്ങി. അപ്പോൾ ഞാനതൊക്കെ നിർത്തി. പിന്നെ ഞാൻ തന്നെ ഇവിടെ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഇവിടെ എണ്ണ കാച്ചി തുടങ്ങിയിട്ടാണ്. അത് തന്നെയല്ല, ഒരുപാട് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ കാണിച്ചു തരാം. ഞാനത് എടുത്ത് വെച്ചേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി മേലാക്ക ആർക്കെങ്കിലും ഉപകാരമാവണമെങ്കിൽ അത് ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥയിൽ പലരും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ കളയാതെ തന്നെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനധികം ഇതൊന്നുമില്ല, ഒരു 5-6 മാസം മുൻപത്തെ കഥയാണ് ഈ പറഞ്ഞു വരുന്നത്. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ മുടി എങ്ങനെ വളർത്തിയെടുത്തു എന്നുള്ള കുറച്ച് ടിപ്സുകൾ ഞാനിതിൽ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മളിവിടെ ഒരു എണ്ണ കാച്ചിണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ സ്പീഡിലായാലും ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടെ ഉലുവ, കരിഞ്ജീരകം, നമ്മുടെ വേപ്പിൻ്റെ ഇല, അത് 3 കൂടിയിട്ടുള്ള ഒരു എണ്ണ കാച്ചിട്ടുണ്ടായിരുന്നു. ആ എണ്ണ നല്ല റിസൾട്ട് തരുന്ന ഒരു എണ്ണയായിരുന്നു കേട്ടോ എനിക്ക്. നമ്മുടെ ഇവിടെ മക്കൾക്കായാലും അതെ, കുഞ്ഞുമോനായാലും അതെ, അവന് വരെ ഞങ്ങളിപ്പോൾ ആ ഒരു എണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. അടിപൊളിയായിട്ട് മുടി വളരുന്നുള്ള കാര്യത്തിൽ പേടിക്കേണ്ട. പിന്നെ നമ്മുടെ ഈ കാലാവസ്ഥ ചേഞ്ച് കൊണ്ടും നമുക്ക് പനി വന്നിട്ടായാലും വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ആ ഒരു തൈറോയിഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വൈറ്റമിൻ്റെ കുറവ് വരുമ്പോഴൊക്കെ നമുക്ക് മുടി കൊഴിഞ്ഞു പോകും. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് പോയത് നമുക്ക് അതിൻ്റെ ഇരട്ടിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു എണ്ണ കാച്ചുന്നത് ഞാനിവിടെ ആക്കി തരാം. ഇനി പലർക്കും തലനീര് വരുന്നു. അപ്പോൾ ഈ എണ്ണയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ വന്നിട്ടില്ല. നല്ല ഗുണം ചെയ്യുന്നതാണ്. ഞാൻ ഒരുപാട് നേരം ഞാനിവിടെയൊക്കെ ഒരു 10 മിനിറ്റ് മസാജ് മാത്രം കൊടുത്ത് കഴുകി കളയുന്ന ആളായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊക്കെ ഞാനൊരു അരമണിക്കൂർ നേരമൊക്കെ ഇടും. മക്കളിവിടെ അവർ 1 മണിക്കൂർ നേരമൊക്കെ എണ്ണയിട്ടിട്ട് ഇരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കാണ് ഈ തുമ്മലിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് പോലും ഞാൻ ആ എണ്ണ തേക്കാറുണ്ട്. ഡബിൾ ഓയിൽ മസാജ് കൊടുക്കാറുണ്ട് ആഴ്ചയിൽ 1 വട്ടം. അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എണ്ണ കാച്ചുന്ന വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഡബിൾ ബോയിൽ മസാജ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഒരു കുപ്പിയിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം ഓവറായിട്ട് തലയിൽ ഒഴിക്കേണ്ടെന്ന് വരില്ല. നിറയിൽ പറ്റാത്തവരാണെങ്കിൽ സൈഡിലൊന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്, പിന്നെ നമ്മുടെ ക്ലസ്റ്റർ ഓയിൽ, അവണക്കെണ്ണ, പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഒലിവ് ഓയിൽ ഇവിടെ ഉള്ളത് കൊണ്ട് ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് രണ്ടും ആയാലും മതി. നമ്മളിത് നേരിയ ചൂടാക്കിയിട്ട്, അതായത് നേരെ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കല്ല, വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ ഒരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ തലയിലേക്ക്. എനിക്ക് ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതൊന്നല്ല, ഇതിപ്പോൾ നമ്മൾ ഇവിടെ സ്ഥിരം നമ്മളിങ്ങനെ തന്നെ ഇതുണ്ടല്ലോ, ഈ പരിപാടി ചെയ്തിട്ടാണ് നമുക്ക് ഈ ഭാഗത്തേക്ക് അങ്ങനെ മുടി വലുതാവാത്തത്. അത് ഹെയർ സ്റ്റൈലൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് സ്ഥിരം ചെയ്തിട്ട് നമുക്കതൊരു മാറ്റം വരുമ്പോൾ എന്തോ പോലെ. അപ്പോൾ അങ്ങനെ തന്നെയാണ് മുടി കിടക്കുന്നതും. ഇനി നടയിലകത്ത് മുടി അഴിച്ചിട്ട് ഇരിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ഇവനൊന്ന് കെട്ടിവെക്കുന്നുണ്ട്. ആ മുടി അല്ലാതെ തന്നെ കൊഴിയും. പക്ഷെ എൻ്റെ മുടിയൊക്കെ അത് പിന്നെ വളരെയധികം കൊഴിച്ചിൽ നിന്ന് നല്ല മാറ്റമായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മളത് കിട്ടിച്ചു സമാധാനമായി. അപ്പോൾ പിന്നെ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താരൻ്റെ പ്രശ്നം വരുമ്പോൾ ചുവന്നുള്ളിയുടെ നീരെടുക്കുക. നമ്മൾ ഏത് എണ്ണയാണോ തേക്കണേ ആ എണ്ണ ഒന്ന് നേരെ ചൂടാക്കിയിട്ട് ആ നീരൊഴിച്ചിട്ട് നമുക്ക് തലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യുമ്പോഴേക്കും നമ്മുടെ താരൻ്റെ പ്രശ്നം കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ കടുക് അരച്ചിട്ട് തലയിൽ തേക്കണത്. കടുക് അരച്ച് തേക്കുമ്പോൾ ചെറിയൊരു നീറ്റലുണ്ടാവും. അത് 2 മിനിറ്റ് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ താരം പോകാനായിട്ട് അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അത് തന്നെ അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കടുകിൻ്റെ കൂടെ കറ്റാർവാഴയുടെ ജെല്ലും കൂടിയിട്ട് വൈകുന്നിട്ട് തന്നെയാണ് നമ്മൾ തേക്കണമെങ്കിൽ കാലത്ത് അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ സെറ്റാവും. എന്നിട്ട് നമ്മുടെ അലോവേര ജെല്ലും ഈ കടുകും ഒരു ഇവിയോൺ ഗുളികയും കൂടിയിട്ട് അതരച്ചതിന് ശേഷം ഇവിയോണ്ട് ഗുളിക ചേർത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തലയിൽ തേക്കാം കേട്ടോ. അപ്പം തന്നെ തേക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ല. സമയമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് വൈകിട്ട് അങ്ങനെ തേക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ചെയ്ത് നോക്കണ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ തലേദിവസം ഉലുവ വെള്ളത്തിലിട്ടിട്ട് ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് നമ്മളിവിടെ തേച്ച് കൊടുക്കാറുണ്ട്. ഉലുവ എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ ആ ഒരു റിസ്ക്. പക്ഷേ ഉലുവ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ. ഭയങ്കര റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ്. പക്ഷേ തണുവ് കാരണം പറ്റാത്തവർ കഞ്ഞിവെള്ളം കൊണ്ട് കഴുകാൻ പറ്റണമെങ്കിൽ അത് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഒരു ഇത് ആഴ്ചയിൽ 1 വട്ടം ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ കടുക് ചൂടാക്കി നമ്മുടെ സോസ്പാനിൽ ചെറിയ ചൂടിൽ ചൂടാക്കി അതിൻ്റെ ഉള്ളിൽ കറിവേപ്പിൻ്റെ കൂടിയിട്ട് പൊടിച്ച് വയ്ക്കുക. അതിൽ കറ്റാർവാഴയുടെ ജെല്ല് ചേർത്തിട്ട് തലയിൽ തേച്ച് കൊടുത്താലും നമ്മുടെ മുടി വളർച്ച കൂടും. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ നല്ലോണം കഴിക്കുക. മുരിങ്ങയുടെ ഇലയൊക്കെ ആഴ്ചയിൽ 1 വട്ടമൊക്കെ കഴിക്കാൻ നോക്കുക കേട്ടോ. ചീരയുടെ ഇല, മുരിങ്ങയുടെ ഇല അതെല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും വേണ്ട നാളെ ആവട്ടെ അങ്ങനെ വിചാരിച്ച് പോകും തോറും പക്ഷേ നമുക്ക് പുറത്തുനിന്ന് നമ്മൾ കുറേ മരുന്ന് ഉള്ളിലേക്ക് ചെല്ലുന്നേക്കാൾ നല്ലത് ഈ നമ്മുടെ മുറ്റത്ത് തന്നെ കിട്ടുന്ന കുറേ ഇലവർഗ്ഗങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇലവർഗ്ഗങ്ങൾ കഴിക്കാൻ നോക്കുക. മുരിങ്ങയുടെ ഇലയൊക്കെ ഇപ്പോൾ നല്ല തളിർത്ത് വരുന്ന സമയമാണ്. കിട്ടണവരൊക്കെ കഴിക്കാൻ നോക്കുക കേട്ടോ. തോരൻ വെച്ചിട്ട് ലേശം പരിപ്പിട്ടിട്ടോ അല്ലെങ്കിൽ തനിയെ തോരൻ നാളികേരം ചണ്ടിട്ട് തോരൻ വെച്ചിട്ടോ ഒക്കെ അത് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു മുട്ടയുടെ വെള്ള മാസത്തിലൊരിക്കലോ തലയിലേക്ക് പ്രോട്ടീനായിട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ. നമുക്കിവിടെ വീട്ടിൽ മൈലാഞ്ചി ഉള്ളത് കൊണ്ട് ഞാനിവിടെ മൈലാഞ്ചി പൊടിച്ച് വെച്ചേക്കാണ്. ഒറിജിനൽ മൈലാഞ്ചി പൊടിച്ച് വെച്ചേക്കാണ്. അത് നമ്മുടെ ചായയിലും കൂടിയിട്ട് ഞാനിവിടെ ചെയ്യും. ചായലയുടെ വെള്ളത്തിൽ അല്ലെങ്കിൽ ചായലയുടെ വെള്ളം തനിയെ തലയിലേക്ക് നമ്മൾ പഞ്ഞിയിൽ മുക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താലും അതും മുടി വളർച്ചയ്ക്ക് നല്ല ഗുണം ചെയ്യണമെന്നൊക്കെയാണ് കേട്ടോ. പിന്നെ സവോളയുടെ നീര് അത് നമ്മുടെ ഈ വെളിച്ചെണ്ണയുടെ ഒപ്പം നമ്മൾ തലയിൽ തേച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും സവോളയും അടിപൊളിയാണ്. ഉള്ളിയുടെ നീര് പറ്റാത്തവരുണ്ടെങ്കിലും സവോളയുടെ ഒരു നേരിയൊരു മണം മാത്രമല്ല അത് നല്ലപോലെ പച്ചവെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ആ മണമൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളിവിടെ റോസ്മേരിയുടെ ഇപ്പോൾ ആ ലീവ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനത് ഇവിടെ ഒരു കുപ്പിയിൽ റോസ്മേരിയും അതുപോലെ ഗ്രാമ്പു പിന്നെ നമ്മുടെ ഈ കരിഞ്ജീരകമൊക്കെ ഇട്ടിട്ട് ഉലുവയും കൂടിയിട്ട് എല്ലാതും ഒരേ ടീസ്പൂൺ അളവിലിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം തിളച്ച വെള്ളം തലേദിവസം ഒഴിച്ച് വയ്ക്കുക. പിറ്റേ ദിവസം അത് അരിച്ചെടുത്ത് നമുക്ക് തലയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. സ്പ്രേ ബോട്ടിൽ നശായി അത് വേറെ കാര്യം. പിന്നെ റോസ്മേരി ഇല്ലേനും അപ്പോൾ അത് മേടിക്കാനായിട്ടൊക്കെ മറന്നുപോയി, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ മുടിയുടെ വളർച്ച കൂട്ടി കൊണ്ടുവന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ ഒക്കെ പുതിയത് വളരുന്ന ഐറ്റംസുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്കറിയാം ഇതൊക്കെ പുതിയത് വരണ കണ്ട. ഇതൊന്നും നമ്മൾ വെട്ടിയിട്ട് വളർന്ന ആൾക്കാരല്ല, ഇതൊക്കെ പുതിയത് വളരുന്നതാണ്. പിന്നെ എൻ്റെ മുടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിൽക്കാണ്. അതായത് ഇങ്ങനെ ഭയങ്കര സിൽക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിൽക്കുള്ള മുടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം തിക്കൊന്നും തോന്നിക്കില്ല, സിൽക്ക് മുടിയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടിപൊളിയായിട്ടൊക്കെ പോകാനൊക്കെ പറ്റും. അതിൻ്റെ ഒരു മുടി വളർന്നതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ കുറച്ചൊക്കെ ഒന്ന് മുടി വെട്ടിയിട്ട് നോക്കി. നമ്മുടെ തലയിൽ നമുക്കല്ലാണ്ട് പിന്നെ വല്ലവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ മുടി വളർത്തിയെടുത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിൽ ഏതെങ്കിലുമൊക്കെ ടിപ്പൊക്കെ സ്ഥിരം നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. അതേപോലെ തന്നെ
കിട്ടുന്ന ഇലകളൊക്കെ ഞാൻ അരച്ച് തലയിൽ തേക്കാറുണ്ട്. ഇവിടെ മക്കൾക്ക് കൊടുക്കുക ചെമ്പരത്തിയുടെ ഇല, മുരിങ്ങയുടെ ഇല, അതുപോലെ നമ്മുടെ കറിവേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കറക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇപ്പം എൻ്റെ തലയിൽ ചൊറിച്ചിലുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ആര്യവേപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയും ഇതിലേക്ക് അരയ്ക്കും, കറ്റാർവാഴ അരയ്ക്കും. മൈലാഞ്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ആ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് മൈലാഞ്ചൊക്കെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇവിടെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെമ്പരത്തിയുടെ ഇല മാത്രമേ രണ്ടടി നടന്നിട്ട് പോയിട്ട് എടുക്കേണ്ട കാര്യമുള്ളൂ. ആ ചെമ്പരത്തിയുടെ ഇല, പൂവ്, മുട്ട് എല്ലാം അതും എടുക്കാം. അങ്ങനെ എല്ലാ ഇതും കൂടിയിട്ട് അരച്ചിട്ടാണ് തലയിൽ തേക്കാറ് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു പറ്റ പോലെ ഉണ്ടാവില്ല, തരി പോലെ ഉണ്ടാവുന്നുള്ള ഒരു ബുദ്ധിമുട്ടിലാണെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഈ ഇലകൾ മാത്രം അരച്ചിട്ട് ഒരു തുണിയിൽ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നീര് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് ടിപ്പുകളാണ്. മുടി വളരാനായിട്ട് ഒരുപാട് ടിപ്പുകളുണ്ട്. ഇതിൽ കുറച്ച് പറഞ്ഞ ടിപ്പുകൾ മാത്രമാണ് കേട്ടോ. അകത്തിരിക്കുമ്പോൾ ചൂടെടുത്തിട്ട് ഒഴുകണം ഞാൻ. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ആ ശബ്ദത്തിൽ ഉണ്ടാവണമെന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും കേട്ട് നോക്കിയപ്പോൾ അതൊരു അപാകത പോലെ തോന്നിയായിരുന്നു. നമുക്ക് പുറത്ത് വീഡിയോ എടുക്കുമ്പോഴായാലും ഒരുപാട് ശബ്ദങ്ങൾ നമുക്ക് വരുന്നത് കൊണ്ട് ഡിസ്റ്റർബൻസ് പലർക്കും കിട്ടണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അകത്തിരുന്നിട്ട് ഈ പണി. പിന്നെ ഇവിടെ എടുക്കാൻ ആരുമില്ല, അപ്പോൾ ഇവിടെ സ്റ്റാൻഡുമ്പോൾ വെച്ചിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ നമ്മൾ മുടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തത്. ആഴ്ചയിലൊരിക്കൽ ഹോട്ട് ഓയിൽ കൊടുക്കാൻ ആരും മടി വിചാരിക്കേണ്ട. അത് തിളച്ചതൊന്നും തലയിൽ ഒഴിക്കരുത്. നേരെ ചൂട്ടോട് കൂടിയിട്ട് നമ്മൾ കലത്തിൽ വെള്ളം വയ്ക്കുക, അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ പോയ മുടിനൊക്കെ നമ്മളിങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്ന് പിന്നെ ഞാനതിങ്ങനെ തുമ്പ് നമുക്കിങ്ങനെ വല്ലാണ്ട് ഞാനൊന്ന് കാണുമ്പോൾ വെട്ടിയെടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പിറ്റോളം മുടി വളരുന്നല്ല, എന്നാൽ ഉള്ളത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയി നോക്കി എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ചിലവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന മുടികളൊക്കെ ഉണ്ടാവും കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. ഇത് എല്ലാം കൊഴിഞ്ഞു പോയി അയ്യോ എനിക്കിനി മുടി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ സിറത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ നാരങ്ങ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ മധുര നാരങ്ങയ്ക്ക് നാരങ്ങ എന്ന് തന്നെയാണ് പറയാറ്. ഞങ്ങളുടെ ഇവിടെ മധുര നാരങ്ങ എടുക്കുക എന്നുള്ളത് അങ്ങനെ പറയില്ല, ഒരു നാരങ്ങ വിളിച്ച് അങ്ങനെയാണ് ഇവിടെ പറയാറ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നാരങ്ങയുടെ ഇതൊന്ന് പറഞ്ഞത്. സത്യത്തിൽ മധുര നാരങ്ങയാണ്. ഞാനിവിടെ കാണിച്ചു തന്നപ്പോൾ ആർക്കും മനസ്സിലാവാണ്ടാന്ന് തോന്നുന്നു. അതെൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അതിൻ്റെ നമ്മൾ സിറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെന്നിട്ട് ഈ ഒരു കുപ്പിയിലാണ് കേട്ടോ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ റോസ് വാട്ടറിൻ്റെ ഇതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് മുഖത്തിങ്ങനെ ഒറ്റ വെച്ച് കൊടുത്താൽ മതി. ഞാൻ അതൊന്നല്ല പറയാൻ വന്നത്. ഇതാക്കി പിന്നെ സ്ഥിരം ഞാൻ ഉപയോഗിക്കണ ഡെയിലി 2 നേരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതിനൊരു 3 തുള്ളിയുടെ കാര്യമേ ഉള്ളൂ, പക്ഷേ മാറ്റം നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ഇല്ലേ? അപ്പോൾ നമ്മളൊന്നിനും മടി വിചാരിക്കേണ്ട. ഇത് നമ്മൾ ആക്കി വെച്ച 1 മാസം നമ്മുടെ ഫ്രിഡ്ജിലിരിക്കും. ഇത് ഇത്രയ്ക്കൊന്നല്ല, ഇത് ഞാൻ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ഈ കുപ്പിയിലേക്ക് ആക്കി വയ്ക്കണമെന്നുള്ളൂ. ഇവിടെ ഒരു ഷെപ്പിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ഗുണം ചെയ്യണ വൈറ്റമിൻ സിറാണ് കേട്ടോ. ഇതിൽ റോസ് വാട്ടർ ഉണ്ട്. നമ്മുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതെങ്ങനെയാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ, ചെയ്ത് കാണിച്ചിട്ടില്ല കേട്ടോ. ഞാനത് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഇപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തിട്ട് ഇട്ടതാണ്. നമ്മുടെ ഈ മുഖത്തെ ഈ ടാനുകളൊക്കെ മാറി നല്ല ക്ലിയർ തരുന്ന ഒരു സിറാണ് കേട്ടോ ഇത്. ഇതിൽ വൈറ്റമിനിൻ്റെ ഗുളികയൊക്കെ ഉണ്ട്, റോസ് വാട്ടർ ഉണ്ട്, നമ്മുടെ വെളിച്ചെണ്ണയുണ്ട്, എല്ലാം ഉണ്ട്. സാധാ നല്ല വെളിച്ചെണ്ണ ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയ ഒരു സിറാണ്. അതുകൊണ്ട് നമുക്കൊരു ദോഷവുമില്ല. മുഖം നല്ല ക്ലിയറാണ് കേട്ടോ. അതാണ് പ്രത്യേകത. നല്ല ക്ലിയറായിട്ട് വരും കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല ഞാൻ, വെറുതെ മുഖം കഴുകി യൂട്യൂബിൽ വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ഈ ലോങ് വീഡിയോയും കൂടി എടുക്കാനായിട്ട് വന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മളിവിടെ ഒരു മേക്കപ്പും ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇന്ന് ഇത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കാൻ പറ്റുന്നവരൊക്കെ ആ സിറം ഉണ്ടാക്കിയിട്ട് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ്. ഇനിയിപ്പോൾ പകൽ നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾ ഇട്ട് തരണോ, കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് തന്നെ ചേഞ്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. എന്താ പറയുക,
ഇത്രത്തോളം ദൈവം എന്നെ ഇവിടെ എത്തിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് 29K ഒക്കെ ഞാൻ സ്വപ്നം പോലും വിചാരിച്ചിട്ടില്ല. അത്രയ്ക്കൊക്കെ ദൈവം എനിക്ക് എത്തിച്ച് തന്നിട്ടുണ്ട്. ഇനി ആ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തീർന്ന് നമുക്ക് കയ്യിലേക്ക് ഒരു വരുമാനമായി കിട്ടട്ടെ എന്ന് മാത്രമാണ് ഇനി എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി നിങ്ങളോടാണ് എനിക്ക് നന്ദി പറയേണ്ടത് കേട്ടോ. എനിക്കൊരു എന്താ പറയുക 10 രൂപയുടെ വരുമാനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളോട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയ്ക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.